ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും തന്നെ സ്പോർട്സ്മാൻ്റെ പുതിയ വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം. കേസ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് FC മൊബൈലിലെ ഒരു ഹെഡ് ടു ഹെഡ് മാച്ചായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, ഒരു ഹെഡ് ടു ഹെഡ് മാച്ചൊക്കെ ഇട്ടിട്ട് എന്തൊരു നാളായി. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് ഒരു വർഷം എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഈ FC മൊബൈൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറുന്നത് തന്നെ പാക്ക് ഓപ്പൺ ചെയ്യാനായിട്ടാണ്. വീഡിയോയുടെ കണ്ടൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അകത്ത് കയറുന്നത്. അല്ലാതെ ഞാൻ എന്തിനാ ഇതൊന്നും പുഷ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഈ സീസണിലെ ആദ്യത്തെ മാച്ചാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. എൻ്റെ ഇങ്ങനെ പാക്ക് ഓപ്പൺ ചെയ്ത് കിട്ടിയൊരു ഡ്രോഗ്ബ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അവനാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഡ്രോഗ്ബേനെ ഇപ്പോൾ 110 106 കാർഡാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പുറത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ് വന്നത്. പക്ഷേ എൻ്റെ OVR പറ്റിയ ഇതല്ല അത്. എൻ്റെ OVR പറ്റിയ ഒരു ടീമല്ല അപ്പുറത്ത് വന്നേക്കുന്നത്, ഒരു പ്ലെയർ അല്ല അപ്പുറത്ത് വന്നേക്കുന്നത്. എനിക്കിപ്പോൾ ഇതിൻ്റെ പേര് പോലും അത്രയ്ക്കും കൊണ്ടൊന്നും ഓർമ്മയില്ല ഗൈസ്. ഞാൻ ഇടയ്ക്കൊന്നും ഇപ്പോൾ ഞാൻ ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്നതുകൊണ്ടും പിന്നെ ഞാൻ DLS ഇടയ്ക്കൊന്ന് കയറ്റി കളിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്കിതിൻ്റെ കൺട്രോളൊന്നും അത്ര പിടിയില്ല. പാസ്സൊന്നും കൊടുക്കുമ്പോഴാണേലും പാസ് കൊടുക്കാൻ നോക്കുമ്പോഴൊക്കെ ത്രൂവും ഷൂട്ടും ഒക്കെ അറിയാതെയൊക്കെ കയറി വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ മാക്സിമം പാസ് ഇട്ട് കളിച്ച് കയറി പോകാനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ ചില സമയത്തൊന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡാൻഡയുടെ കയ്യിലാണ് വന്നത്. ഡാൻഡ തിരിച്ച് ഗുസ്റ്റോക്ക് കൊടുത്ത് ഗുസ്റ്റോ, ഗാലഹർ, ചാക്ക, ഗ്വാർഡിയോൾ. ഞാൻ ചിലപ്പോൾ പേര് പ്രൊണൗൺസ് ചെയ്യുന്നത് തെറ്റായിരിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. ഓക്കെ, മാർട്ടീനസ്. ഇത് ലൗട്ടാരോ മാർട്ടീനസ് ആണ്. 105 കാർഡാണ്. ഞാനത് 106 ആക്കി ലൗട്ടാരോയുടെ കാർഡ്. ഓക്കെ, നമുക്കൊരു ഫ്രീക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഡ്രോഗ്ബേനെ കൊണ്ട് തന്നെ എടുപ്പിക്കാം. ഓ എൻ്റെ മോനേടാ, നൈസ് ഗോളാടാ. ഡ്രോഗ്ബ ഗോളടിച്ചേ ഗൈസ്. അങ്ങനെ 1-8 നിങ്ങൾ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യും ഗൈസ്. അതുണ്ടോ എൻ്റെ മോനെ, എന്നാ ഗോളാ. ഇപ്പോൾ നമ്മൾ ഫ്രീ കിക്കൊക്കെ അങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിലും മിക്കതും ഗോളാണ് കേസ്. ഡ്രോഗ്ബേനെ കൊണ്ട് അടിപ്പിച്ച് കഴിഞ്ഞാൽ. കാര്യം 110 കാർഡല്ലേ. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ട്രൈക്കർ കാർഡ് അങ്ങനെയാണ് ഡ്രോഗ്ബയുടെ ഈ കാർഡ്. എനിക്കറിയത്തില്ല, ഞാൻ മാർക്കറ്റൊന്നും എടുത്ത് നോക്കിയില്ല. എനിക്കിത് കിട്ടിയ സമയത്ത് ഏറ്റവും ബെസ്റ്റ് കാർഡായിരുന്നു ഡ്രോഗ്ബയുടെ. ഒട്ടും സമയമില്ല. ഇവൻ നേരത്തെ നമ്മളവനെ പൊട്ടം കളിപ്പിച്ച പോലെ ഇവനും പൊട്ടം കളിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. കിക്കെടുത്തപ്പോൾ നമ്മൾ കുറേ പാസ് ഇട്ട് കളിച്ചില്ലേ. പാവം മാർട്ടിനസ് ആണെന്ന് തോന്നുന്നു അവിടെ ഓടിക്കളിച്ചത്. മാർട്ടിനസ് ആണോ ഡ്രോഗ്ബയാണോ? മാർട്ടിനസ് ആണ്. മാർട്ടിനസ് തന്നെ. ഓക്കെ, ദാണ്ട് ഡ്രോഗ്ബ തിരിച്ച് ജിനോളൊക്കെ കൊടുത്ത് ഗൈസ്. ജിനോള എൻ്റെ കയ്യിൽ ഇരിക്കണം 108 ആണെന്ന് തോന്നുന്നു. 108 ജിനോളയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ജിനോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രിബിളൊക്കെ ചെയ്യണം. പക്ഷേ അധികം ഗോള് വന്നില്ല. ജിനോളയുടെ കയ്യിൽ നിന്ന് അധികം ഗോൾസ് ഒന്നും വന്നില്ല. കണ്ടോ, ഞാൻ ഇവിടെ അല്ല പാസ് കൊടുക്കുന്ന ഉദ്ദേശം അവിടെ ഇല്ല, പുറകിലോട്ടായിപ്പോയി. എനിക്കിതിലുള്ള സെറ്റാവുന്നുണ്ട് കളിച്ച്. ഗാർഡിയോളിൻ്റെ നല്ലൊരു ഷോട്ടായിരുന്നു. ഗാർഡിയോളാണെന്ന് തോന്നുന്നു. നല്ലൊരു ഷോട്ടായിരുന്നു. കളി ഹാഫ് ടൈം ആകാൻ പോകുമ്പോൾ നമുക്ക് 1 ഗോളിൻ്റെ ലീഡുണ്ട് ഗേസ്. ഓക്കെ, എൻ്റെ ഈ റൊണാൾഡോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് 94 മറ്റേ ആരും കണ്ടില്ല. റൊണാൾഡോനെ അവിടെ വെട്ടി. റൊണാൾഡോനെ തന്നെ അവിടെ വെട്ടി മലർത്തി കിട്ടും ഗേസ്. ഒന്നുകൂടെ വെട്ടാൻ നോക്കി, നടന്നില്ല. ഞാൻ സ്ലൈഡൊന്നും വരുന്നില്ല കേസ്. ഇതിൻ്റെ ഇടക്കാണ് ഈ ലാഗും കൂടെ വന്നത്. ഓക്കെ, 1-8. ഇപ്പോൾ ഈ നിങ്ങളുടെ FC മൊബൈൽ ലെവൽ എത്രയാണ് താഴെ കമൻറ്റ് ചെയ്യുക ഗേസ്. അപ്പോൾ എൻ്റെ ലെവൽ 46ആണ്. ഞാൻ കളിച്ചിരുന്ന ഇതിലൂടെ കൂടിയേനെ. എൻ്റെ കൂടെ കളി തുടങ്ങിയവരെല്ലാം ഇപ്പോൾ 110 OVR ഒക്കെ ഉണ്ട്. ലെവലും ഇപ്പോൾ 70-72 വെച്ചിട്ടുണ്ട്. ഒരുത്തിൻ്റെ കയ്യിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൻ്റെ 107 ലെവലടാ. 107 ലെവല് അവൻ്റെ അക്കൗണ്ടിന്. എങ്ങനെ കുത്തിയിരുന്ന് കളിച്ചവനും ഉണ്ടാകുന്നെന്ന് അറിയാത്ത. ചിലപ്പോൾ കിട്ടുമായിരിക്കും. എനിക്കിപ്പോൾ ഇതിൻ്റെ ലെവലിൻ്റെ ഒന്നും വലുതായിട്ട് അറിയത്തില്ല. ഞാൻ തുടങ്ങിയ സമയത്തൊക്കെയാണ് ഇത് കുത്തിയിരുന്ന് കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ഫയർ തുടങ്ങിയ പിന്നെ ഇതധികം കളിക്കാറില്ല. പിന്നെ ഇത് കളിക്കുന്നത് തിരക്ക് കുറഞ്ഞ് വന്നു. ഇതാണ് നമ്മളവിടെ ചാക്കേനെ കളഞ്ഞിട്ട് കക്കേനെ കയറ്റിയിട്ടുണ്ട് ഗേസ്. ഓക്കെ, എമോ അങ്ങനെ പറയണം. അതുകൊണ്ട് അവിടെ സ്പ്രിൻറ്റ് നമ്മളങ്ങോട്ട് ഞെക്കി പിടിക്കുക. ഓക്കെ, പേസിൻ്റെ കാര്യത്തിൽ ഇവൻ്റെ പ്ലേയേഴ്സിനൊന്നും ഞങ്ങളോട് പിടിച്ചിരിക്കാൻ പോലും പറ്റുന്നില്ല. മാർട്ടീനസ് അതും പിടിച്ചാടാ. അവൻ്റെ കൂളിയാറടാ, ഡൊണ്ണറുമയാ. എന്നെ പിടിയാടാ പിടിച്ചവൻ. ഇങ്ങനത്തെ ചാൻസൊക്കെ ഇതേ റൊണാൾഡോ കയറിപ്പോണ്. വെട്ടി വിടറവന്. കേസ് ഡാൻഡേ അതെടുത്ത് ആർക്കായിരുന്നു? ഡ്രോഗ്ബ ആയിരുന്നു തോന്നുന്നു. ഡ്രോഗ്ബ മാർട്ടീനസിന് കൊടുത്ത്. ഡ്രോഗ്ബേ എടറാ തിരിച്ചോട്. എമോ അവൻ മാർട്ടീനസിന് കൊടുത്ത്. ജിനോള ഡ്രിബിൾ ചെയ്യടാ. ഇത് 108 പ്ലെയറാണെന്ന് പറഞ്ഞിട്ട് എന്തുവാ കൊറോട. ഞാൻ കണ്ട ഗേസ് പാസ്സാണ് നിൽക്കാൻ ഉദ്ദേശിച്ചത്. ഇതൊരു കഷ്ടമാണ്. ക്ലിയർ ആയിപ്പോയത്. ജിനോള, കിമ്മിച്ച് അവൻ്റെ പ്ലെയേഴ്സാണ്. കിമ്മിച്ച്, റൊണാൾഡോ, പിന്നെ റൊണാൾഡോ, ഹാരി കെയിനാണ്. ഹാരി കെയിൻ ഇട്ട് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നു ഗേസ്. ഇവൻ്റെ കയ്യിരിക്കണ കെയിൻ.
മണ്ടത്തരം കാണിച്ചവൻ എൻ്റെ കിട്ടുന്ന ലോറസിൻ്റെ കയ്യിലാണ്. ലോറസ് ഒന്നും ഇപ്പോൾ പന്തൊന്നും പിടിക്കുന്നില്ല ഗൈസ്. എന്ത് ചെയ്യാൻ? ലോറസിൻ്റെ വെച്ച് ഞാൻ കളിച്ചിട്ട് കുറേ നാളായി. അതായത് എൻ്റെ ഒരു 101 നോയർ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവനെ വിറ്റിട്ടാണ് ലോറസിനെടുത്തത്. വിറ്റ് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി കോയിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. LB എങ്ങാണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു ഞാൻ നോയറിനെ വിറ്റത്. നൈസ് കോളിയായിരുന്നു നോയർ. ഇപ്പോൾ ലോറസാണെങ്കിൽ നന്നായിട്ട് പിടിക്കുന്നൊന്നുമില്ല. ഞാൻ കുറച്ച് നാളായി കളിച്ചിട്ട് നോക്കണം. ഒന്നുകൂടെ നോക്കിയിട്ടും പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് പുതിയ പ്ലെയറിനെ മേടിക്കാം. ഓക്കെ, എടാ അവിടെ അവനൊരു ഷോർട്ട് ഫ്രീ കിക്ക് എടുത്തു ഗൈസ്. ഗാർഡിയോൾ നൈസ് ടാക്കിൾഡാ. പക്ഷേ ലാസ്റ്റത്തെ മിനിറ്റ് ഇങ്ങനെ കോർണറൊക്കെ വരുമ്പോൾ പേടിയാണ് ഗൈസ്. നമുക്ക് ഒരു ഗോളേ ഉള്ളൂ. എങ്ങാനും ഇപ്പോഴെങ്ങാനും അവനെ അടിച്ചു കഴിഞ്ഞാൽ എടാ ഞാൻ ഡിഫെൻഡിങ് ഇടാനാണ് നോക്കിയത്, പക്ഷേ അറ്റാക്കിങ് ആയിപ്പോയി. എന്തായാലും കണ്ട എടാ ഞാൻ ഓക്കെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ 1-0 കളി ജയിച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ കൈകൊട്ടിയൊക്കെ ആരാധകർക്ക് കൈകൊട്ടിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേട്ടോ ഗൈസ്, നമ്മുടെ ലീഗ് എവർട്ടൺ, എൻ്റെ ഫേവറേറ്റ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് എവർട്ടണാണ് ഗൈസ്. അപ്പോൾ ഞാനങ്ങനെ തപ്പിപ്പോയതാണ്. അങ്ങനെ വല്ല പേരിൽ വല്ലതും ലീഗ് ഉണ്ടോ, അത് അങ്ങനെ കയറിയതാണ്, അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നും അല്ല ഗൈസ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ്